അതാണ് ഖിയാമത്ത് നാളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അള്ളാഹുവിനോട് ഇവൻ പറയുന്നതാണ്, ഞാൻ നിനക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ സമയത്താണ് അള്ളാഹു പറയാം, നീ എനിക്ക് വേണ്ടിയിട്ടല്ല ചെയ്തത്, നീ മറ്റു ചില ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്തത്. അവർ കണ്ടിട്ടുണ്ട്, അവർ നിനക്ക് പ്രോത്സാഹനം അർപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിനക്ക് ഇന്നെന്തില്ല, ഇവിടെ നിനക്ക് യാതൊന്നുമില്ല എന്ന് അള്ളാഹു പറയുന്നു. അതുകൊണ്ട് പ്രകടനപരത, റിയാ, അതായത് ആളുകൾ കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ചില കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ റിയാ എന്നത് ചെറിയ ഷിർക്കിലാണ് പെടുക. അതോടൊപ്പം തന്നെ അതെന്താണ്, അത് ഗോപ്യമായതാണ്, അത് ഖഫിയാണ്, ആർക്കും ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ഉള്ളിലുള്ളതല്ലേ, പുറത്തും ചെയ്യാൻ പറ്റില്ല, കാണാൻ പറ്റില്ല. അപ്പോൾ നിസ്കരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറഞ്ഞത്, നിസ്കരിക്കുന്ന സമയത്ത് ഒരാൾ വരുന്നുണ്ട് എന്ന് കാണുമ്പോൾ എന്ത് ചെയ്യും, നിസ്കാരത്തെ അവൻ മോടി കൂട്ടുന്ന, നിസ്കാരത്തെ എന്ത് ചെയ്യും, കുറച്ചും കൂടി അലങ്കരിക്കും, നിസ്കാരത്തിന് കുറച്ചും കൂടി ഭംഗി അവൻ ഉണ്ടാക്കി കൊടുക്കും. അതൊരിക്കലും പാടില്ല, അത് ഷിർക്കുൻ അസ്ഗറിലാണ് എന്ത് ചെയ്യാം, ഉൾപ്പെടാതെ. അപ്പൊ ഇതാണ് ഷിർക്കിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിൽ ഏറ്റവും ഗൗരവത്തിൽ രണ്ട് ഷിർക്കിനെയും എന്ത് ചെയ്യേണ്ടതുണ്ട്, നമ്മൾ ഗൗരവത്തിൽ കാണേണ്ടതുണ്ട്. പലപ്പോഴും തൗഹീദുള്ള ആളുകൾ എനിക്ക് ഷിർക്ക് സംഭവിക്കാറില്ല എന്ന് വിചാരിക്കാറുണ്ട്. എന്നാൽ തൗഹീദുള്ള ആളുകളിൽ പോലും സംഭവിക്കുന്ന ഷിർക്കാണ് ഇത്, ചെറിയ ഷിർക്ക് എന്നത്. പല ചെറിയ ഷിർക്കിലും തൗഹീദുള്ള ആളുകൾ പോലും അകപ്പെടുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ വാക്കുകളിൽ വരുന്ന ചില ഷിർക്കുകളുണ്ട്, നമ്മുടെ വാക്കുകൾ മൂലം വരുന്ന, നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ളത് എന്നാൽ നമ്മൾ അത്ര ഗൗരവം കൽപ്പിക്കാത്ത ചില വാക്കുകൾ, എന്നാൽ അതിൽ എന്തടങ്ങിയിട്ടുണ്ട്, ഷിർക്കുൻ അസ്ഗർ ഉണ്ട്, ചെറിയ ഷിർക്ക് ഉണ്ട്. അതേപോലെ തന്നെ റിയാ എന്നത് പ്രകടനപരത, ആളുകൾ കാണാൻ വേണ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മളൊക്കെ ആലോചിക്കാറുള്ളത്, ഞാനൊന്നും അങ്ങനെ ചെയ്യണില്ലല്ലോ, എന്റെ അടുക്കലിൽ നിന്ന് അങ്ങനെ ഒരു പ്രവർത്തനം തന്നെ ഉണ്ടാകുന്നില്ല എന്നാണ് ആലോചിക്കാറുള്ളത്. എന്നാൽ നമ്മൾ തന്നെ നമ്മുടെ മനസ്സിന്റെ ആഴത്തിലേക്കൊന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ, നമ്മൾ ചെയ്യുന്ന സ്വാലിഹായ സൽക്കർമ്മങ്ങളെ കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലും ആർക്കെങ്കിലും വേണ്ടി ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ എന്തുണ്ട്, സാധ്യത കൂടുതലാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത് ബഹ്റുൻ ലാ സാഹില ലഹു, തീരമില്ലാത്ത കടൽ പോലെയാണ് റിയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രകടനപരത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ ഓരോ കർമ്മവും നമ്മൾ അള്ളാഹുവിന് വേണ്ടിയിട്ടാണ് ചെയ്യേണ്ടത്. ഒരാളുടെ കയ്യടിയോ, ഒരാളുടെ നന്ദി വാചകമോ, അതല്ലെങ്കിൽ ഒരാളുടെ പ്രശംസനമോ അതിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ആഗ്രഹിക്കാൻ പാടില്ല. ഏതെങ്കിലും ഒരു നേരിയ രൂപത്തിൽ ഒരാൾ നമ്മൾ പ്രശംസിക്കണം എന്ന് ആഗ്രഹിച്ചാലോ അവിടെ എന്ത് വന്നു, റിയാ കടന്നു വന്നതാണ്, റിയാ കടന്നു വന്നു. അവന്റെ അമൽ ബാത്തിലാക്കിയിട്ടുള്ളവരായ ആളുകൾ മനസ്സിലാക്കേണ്ടത്, ചെറിയ ഷിർക്ക് നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ടോ എന്ന് നമ്മൾ കൂടുതൽ പരിശോധന നടത്തേണ്ടതുണ്ട്.